നമ്മള് ഇല്ലിക്കക്കല്ലിലാണ്. ഇല്ലിക്കക്കല്ലിൽ പോവുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇല്ലിക്കക്കല്ലിൽ പോകണമെന്ന്. ഇവിടെയാണ് മഞ്ഞക്കുളം സ്ഥലത്താണ്. ഇവിടെ ഇല്ലിക്കക്കല്ലിലാണ്. അപ്പൊ ഞങ്ങള് മേളിലോട്ട് കയറി പോണേ. അവിടെ നമ്മൾ കയറ്റിയൊന്നുമില്ല. ഫസ്റ്റ് ഇവിടെ ഭയങ്കര മഞ്ഞ, സംസാരിക്കാൻ പറ്റുള്ള ഭയങ്കര ശ്വാസം മുട്ടുന്നു. വെള്ളച്ചാട്ടല്ല, കല്ല്. നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിലാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണം. നല്ല വൈബാണ്, ഭയങ്കര കോടയാണ്. ഇവിടെ ഒന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഇടിമിന്നലൊക്കെ ഏൽക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇടിമിന്നലൊക്കെ ഏൽക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. അധികം നേരം സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. ഫുൾ കോടയാണ്, ഒന്നും കാണാൻ പറ്റണില്ല. മുകളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. തറയോടൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. തറയോട് നല്ല നന്നായിട്ട് നടന്നു പോകാം. ഞങ്ങളിപ്പോൾ ഇല്ലിക്കക്കല്ലിലാണ്. ഞങ്ങളൊരു 1:30 പോന്ന 1:30 എന്ന് കാണിച്ചു 1:30 മണിയായിട്ടുള്ളൂ. ഇപ്പം ഒന്നും കാണാൻ പറ്റിയില്ല, കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കും. കല്ല് പോയിട്ട് പുല്ല് പോലും കാണാനില്ല. ആ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കും. ഭയങ്കര മഴയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര മഞ്ഞ്, ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് പുക മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ഭയങ്കര ഗ്ലാമറൊക്കെ ആയിട്ടാണ് വന്നത്. മൊത്തം വേർത്ത് നാശമായി. മഞ്ഞാണെങ്കിലും ശ്വാസം മുട്ടുവാണ്. ദേശീയയുടെ പകുതി വെച്ച് ഇറങ്ങിപ്പോയി പേടിച്ചിട്ട്. ഞങ്ങൾ മാത്രം ഇവിടെ വരെ കയറി വന്ന് കാണിച്ചു കൊടുക്കുക വ്യൂ ഒക്കെ. പക്ഷേ ഇവിടെ കല്ലില്ല. കല്ല് കാണാൻ കല്ല് ആര് പറഞ്ഞു കല്ലില്ലെന്ന്? കല്ലിന്റെ മുളക്കറി അവള് നിൽക്കുന്നത്. നമ്മൾ കാണാൻ വന്ന കല്ല് കാണുന്നില്ല. അത് കാണുന്നില്ല, മഞ്ഞ. അത് മഞ്ഞ. കൊക്ക കാണിച്ചു കൊടുക്കണേ, കൊക്ക കാണിച്ചു കൊടുക്കണേ. ഇതിലേ പോകാൻ ഇതോടെ വഴിയുണ്ടോ? ഇതിന്റെ മോളിൽ കയറി അവന്മാർ സമ്മതിക്കണം കേട്ടോ. ഷോർട്ട് വീഡിയോ എടുക്കണം. അവന്മാർ ഈ വഴിയാ കയറി പോയെന്ന് തോന്നുന്നു. ഇതിലെ കയറാൻ ടോപ്പിൽ കയറാൻ പറ്റത്തില്ല. നോക്കുന്നുണ്ടോ? തലം വഴിക്കല് ഞാൻ കണ്ട് ഇവിടെ ഈ മല മാത്രം അമ്മ നോക്കി ചിരിച്ചമ്മ. വേഗം നിന്നോ. ഫോട്ടോ എടുക്കാം. ചേർത്തലെവിടെ നമ്മുടെ വീട്? എവിടെ? സുണ്ടു
ഇവിടെ എന്നാ ഉണ്ട്? ആ ആ വെള്ളത്തിൽ ഇറങ്ങരുത്. ഏതാടാ? ഹായ്, ഭയങ്കര മഴയായി. നമ്മൾ ഇല്ലിക്കക്കല്ലിൽ മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് താഴത്ത് ഇറങ്ങി വന്നിരിക്കുമ്പോൾ നമുക്കന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത് അടിപൊളി വൈബ് സ്ഥലമാണ്. ചിലരൊക്കെ പറയും മഴ പനി പിടിക്കും, കയറി പറക്കാതെ വണ്ടിയൊക്കെ കയറിയൊക്കെ ഒച്ച വെക്കും. പക്ഷേ ഏറ്റവും നല്ല വൈബ് സമയമാണിത്. ഇത്രയും കോട മഞ്ഞും ഭയങ്കര മഴയത്തും ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് ഭയങ്കര വൈബാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നല്ല ഫീലാണിത്. ഓ വൈബ് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം. ഈ മഴയത്ത് തന്നെ വന്നം. ഈ സമയത്ത് കുറച്ച് കട്ടൻ ചായയും പരിപ്പുവട കിട്ടിയ സൂപ്പറായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, മൈ മമ്മീസ് യൂട്യൂബ് ചാനൽ. നമ്മളപ്പം ഇവിടെ വന്നേക്കണേ ഇല്ലിക്കൽ. അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ഈ വൈബടിച്ച് നടക്കണേന്ന്. ഭയങ്കര മഴയൊക്കെയാണ് കേട്ടോ. അവിടെ നമ്മൾ കോട്ടൊക്കെ ഇട്ട് നടക്കണം. മഞ്ഞെന്നൊക്കെ പറഞ്ഞ ഇതാണ് മഞ്ഞ്, ഇതാണ് സീൻ സ്ഥലം. സീൻ എല്ലാവരും വേണം. ഈ മഴക്കാലത്ത് തന്നെ വേണം, എന്നാലും ഈ മഞ്ഞൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ മേളിൽ പോയി അത് കണ്ടിട്ട് നമ്മൾ താഴെ വന്ന് റീൽസ് എടുക്കാനുള്ള പരിപാടിയായിട്ട് നിൽക്കണേണ്. അങ്ങനെ നമ്മൾ മഴയൊക്കെ നനഞ്ഞ് വൈബൊക്കെ അടിച്ചു. ഭയങ്കര സെറ്റായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഇത്ര എൻജോയ് ചെയ്ത ദിവസമില്ല. അത്രയും വൈബാണ് ഇവിടെ. നല്ല കോടയും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. രേഷിത വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാനും പിള്ളേരും മാത്രമാണ് കയറിയത്. ഞങ്ങൾ അടിച്ചു പൊളിച്ച് നേരത്തെ ഇറങ്ങിയാണ്. നല്ല മഞ്ഞാണ്. ഫ്രണ്ട് കാണിച്ചു കൊടുക്കുന്നത്. പോവുകയാണേ. താഴെ ഒരു കട്ടനെ കുടിച്ച് വേണം പോകാൻ. മൊത്തം നനഞ്ഞു കുഴഞ്ഞു. എല്ലാരും ചോദിച്ചു നമുക്ക് കാരണമുണ്ട്. അമ്മ മഴയത്ത് അവിടെ നിന്ന് വൈബാണ് മഴ പെയ്യട്ടെ നിക്കണേയിരുന്നു. കോട്ടിനെ മേടിച്ചു വെച്ചാണ് ഇടിയല. എന്നിട്ട് ഞങ്ങൾ കോട്ടൊന്നും ഇട്ടില്ല, നല്ല വൈബിൽ അങ്ങോട്ട് തകർത്ത് വാരി മഴയത്ത് കിടന്ന് തുള്ളി കളിച്ച് കുന്തളിച്ച്. എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് 10-35 വയസ്സായതിന് ആദ്യമായിട്ടാണ് ഇത്ര മഴ നനഞ്ഞ് കളിച്ച് തുള്ളിച്ച് മറിഞ്ഞു പോണത്. സുണ്ടപ്പനെ കാണിച്ചു കൊടുക്കും. സുണ്ടപ്പൻ എന്താ പറയാനുള്ളത്? എന്താ പറയണ്ടേ? പറ. സുണ്ടപ്പൻ്റെ ഒരു പാട്ടൊക്കെ മൊത്തം മഞ്ഞാണ്. അതെ, മഞ്ഞ